ക്രൂശിലെ രക്തത്താൽ നമ്മെ തൻ്റെ പിതാവിന് വേണ്ടി വീണ്ടെടുത്ത ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം. By the blood of cross on Calvary, the blood of Christ Jesus, through which we who redeemed us, I give glory and honor to the Lord. കർത്താവിൻ്റെ ഭൃത്യന്മാർക്കും കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. To the servants of the Lord and the people who are gathered here in I extend my greetings. ഈ നാളുകളിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank Almighty God for the opportunity He has given me to be among you. ദൈവവചനത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും പ്രതികരണത്തിനും ദൈവം നിങ്ങൾക്ക് ധാരാളം പ്രതിഫലം നൽകട്ടെ. May God give you the reward for the love and the response you show towards the word of God. ദൈവവചനത്തെ സ്നേഹിക്കുന്നവരും തിരുവചനത്തിന്റെ മുൻപിൽ വിറയ്ക്കുന്നവരുമായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. May God give us the grace to love Him and also revere Him. ദൈവം തൻ്റെ ജനത്തെ ഒരു പുസ്തകത്തിന്റെ ജനതയായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. God has chosen us as a people who belong to a certain book. ആ ദൈവ വചനം അനുസരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. I pray again that may God give us the grace to be obedient to those written words. ദൈവ വചനത്തെ വിട്ടുപോകുന്ന അനേകരെയും അനേക ശുശ്രൂഷകളെയും നമുക്ക് ഈ കാലങ്ങളിൽ കാണാം. These days we can see so many people and so many ministries going away from the word of God. എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കാതെ ദൈവ വചനത്തെ നെഞ്ചേറ്റുവാൻ അതിൽ പറയപ്പെട്ടിരിക്കുന്ന പഥ്യോപദേശങ്ങളെ അനുസരിപ്പാൻ അത് അനുവദിക്കുന്ന ശുശ്രൂഷകൾ മാത്രം ആസ്വദിപ്പാൻ ദൈവജനം ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പ്രാരംഭമായി തന്നെ പ്രബോധിപ്പിക്കട്ടെ. I exhort that may we be the people who hold fast to the sound teaching and the doctrines and make sure we go attend those of that kind. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏതാണ്ട് 35 നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പുസ്തകമാണ് നമ്മുടെ വേദപുസ്തകം. The word of God that we are holding is almost 35 centuries old. ഇതിനിടയിൽ മറ്റു പല ഉപദേശങ്ങളും മറ്റു പല പരിചയങ്ങളും ഉടലെടുത്തു. പക്ഷേ അവയെല്ലാം ചില നാളുകൾക്ക് ശേഷം പട്ടുപോയി. Within the span of time, so many teachings and doctrines have come along the way, but they die down and fade down. എന്നാൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടത് ഇന്നും നിലനിൽക്കുന്നു. But that which is founded upon the word of God still stands. അതിനെ തകർക്കുവാൻ പാതാള ശക്തികൾ ഒന്നടങ്കം പരിശ്രമിച്ചു. പക്ഷേ അവ പരാജയപ്പെട്ടു. To conquer it, the hosts of hate tried their best, but they failed, disprevailed. ഇന്നും ദൈവത്തിന്റെ വചനവും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതുമെല്ലാം നിലനിൽക്കുന്നു. Even today, the word of God and everything that is based on and founded on the word of God still stands. മേലിലും അതങ്ങനെ തന്നെ നിലനിൽക്കും. And it will be so forever as well. ആ ദൈവത്തിന്റെ അടിസ്ഥാനത്തെ മറിച്ചു കളയുവാൻ ചെറുകുറുക്കന്മാർക്ക് സാധ്യമല്ല. Or to change or shake that foundation, the small foxes are impossible to do that. അതുകൊണ്ട് വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി നിലനിൽക്കുവാൻ വീണ്ടും നമുക്ക് നമ്മെ സമർപ്പിക്കാം. Let us surrender ourselves, we'll be established and rooted deep in the word of God. നാം വേഗത്തിൽ തന്നെ ചിന്തിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. Let us turn to the scriptures portion which we are planning to meditate. തിരുവെഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. The most prominent words in the scripture, that is our theme. വേദപുസ്തകത്തിലെ താക്കോൽ വാക്യമായ യോഹന്നാൻ 3:16 നാം കഴിഞ്ഞ 2 രാത്രികളിലായി ചിന്തിച്ചു വരുന്നത്. For the past 2 evenings we have been discussing and looking into the verse from Gospel of John chapter 3 verse 16. ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളതാണ് നമ്മുടെ പ്രമേയം. And our theme is God's love. ദൈവ സ്നേഹത്തിന്റെ ചില വശങ്ങൾ നാം ആദ്യത്തെ ദിവസം കണ്ടു. We saw a few sections of the love of God. ദൈവ സ്നേഹത്തിന്റെ പ്രദർശന രീതികളെ കുറിച്ച് അതിൽ ചിലതിനെ കുറിച്ച് ഇന്നലെ രാത്രിയിൽ നാം കണ്ടു. We also saw some of the demonstrations of this love of Almighty God. ഇന്ന് രാത്രിയിലും നാം ആ ദൈവ സ്നേഹത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. Even tonight also we are turning our attention to the love of God. ഇന്നുകൊണ്ടും അത് തീരുകയില്ല. Even by tonight it won't be finished. നിത്യത കൊണ്ടും അത് ആസ്വദിച്ച് തീരുകയില്ല. It won't be even sufficient for eternity to enjoy it. ആ ദൈവ സ്നേഹത്തെ നിരന്തരം ധ്യാനിക്കുന്നവരും അതിന്റെ മധുരിമ നുകരുന്നവരുമായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. May God give us the grace to enjoy it every moment continuously and deeply. ഭക്തനായ കർത്താവിന്റെ അപ്പോസ്തലനായ അരുമശിഷ്യനായ യോഹന്നാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു, ദൈവം
ലോകത്തെ സ്നേഹിച്ചു. The dear disciple of Lord Jesus, John, he said God loved us. ഈ പ്രത്യേക വാക്യത്തിൽ നമുക്ക് ദൈവ സ്നേഹത്തിന്റെ ഒരു പ്രത്യേക രീതി കാണാം. In this verse we can see a peculiar way of God's love. തന്നുകൊണ്ടുള്ള സ്നേഹം. A love that is by giving. എന്ത് തന്നുകൊണ്ട്? What did he give us? തന്റെ പുത്രനെ തന്നുകൊണ്ട്. He gave us his son. രണ്ട്, തരുവാൻ വേണ്ടിയുള്ള സ്നേഹം. And also the second aspect is it is a love towards to giving. എന്ത് നൽകി തരുവാൻ? To give what? നിത്യജീവൻ. So that we have the eternal life. അപ്പോൾ നിത്യജീവൻ നമുക്ക് ലഭിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകിക്കൊണ്ട് സ്നേഹിച്ച സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. So the love of God is giving his son towards us so that we may receive that eternal life. ഇന്ന് പകലും ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് ആകെക്കൂടെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ദൈവം നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്ത് കളഞ്ഞു. The Father God has only one son and he was crushed for our iniquity on the cross of Calvary. നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം അവനെ എടുത്തെറിഞ്ഞു കളഞ്ഞു. For all of us he was thrown away and tossed away. അത് നിമിത്തം നമുക്ക് ജീവൻ പ്രാപിപ്പാനിടയായി. And because of that we were able to receive life. നിത്യജീവന്റെ അവകാശികളാകുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. And God chose us to be the inheritors of that eternal life. ആ ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I am going to focus my attention in that section. ദൈവം തന്റെ പുത്രനെ നൽകിക്കൊണ്ടും നിത്യജീവൻ നൽകേണ്ടതിനുമായി നമ്മെ സ്നേഹിച്ചു. God loved us so that by giving his son so that he can give us that eternal life. ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചത് ഭൗതിക ദാനങ്ങൾ നൽകിക്കൊണ്ടല്ല. God did not demonstrate his love towards us by giving us the material things. ദൈവം നമ്മെ സ്നേഹിച്ചത് ഭൗതിക ദാനങ്ങൾ നൽകി തരുവാൻ വേണ്ടിയുമല്ല. And also he did not love us so that he could give us material things. ദൈവം നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത് നൈമിഷികമായ ക്ഷണികമായ ഭൗതിക വസ്തുക്കൾ അളവ് കൂടാതെ നമുക്ക് പകർന്നുകൊണ്ടല്ല. And also he did not love us by giving us momentary temporary pleasures to enjoy for the while. പക്ഷേ തന്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നുകൊണ്ടാണ് ദൈവം തന്റെ സ്നേഹം നമ്മോട് വെളിപ്പെടുത്തിയത്. And God demonstrated his love towards us by giving his only begotten son. Praise the Lord. Amen. ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കേണ്ട വേദികളിൽ നിന്നും പലപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നത് ദൈവത്തിന് നമ്മോട് സ്നേഹവും കൃപയും ഉണ്ടെന്ന് തെളിയുന്നത് നൈമിഷികമായ നന്മകൾ നൽകുന്നു എന്നതിലൂടെയാണ്. Many stages this message is preached by declaring that God loves us and gives us a grace because he is giving us material and other kinds of things. ഡിഫെൻഡിങ് ദ സൗണ്ട് ഡോക്ട്രിൻ, പഥ്യോപദേശത്തെ സംരക്ഷിക്കേണ്ട കടമ കൂടെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ചില വസ്തുതകളെ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. Since I am bound to share with you the sound doctrine and the concepts of this, I am compelled and forced to say certain things. അതുകൊണ്ട് ആർക്കും മുറിവേൽക്കരുത്. So may none of you be hurt by me saying. ഉപദേശം ഇന്ന് പലരും പറയുന്നില്ല. Many people are not saying the correct doctrine. അതിന് ഒരു കാരണം അവർ പറയുന്നുണ്ട്. They give a reason for that. Doctrine divides, ഉപദേശം വിഭജിക്കുന്നുവെന്ന്. അതെ, ഉപദേശം വിഭജിക്കുന്നു. The reason they say is doctrine divides. Yes, it is truly correct, but doctrine divides. ദൈവം വിഭജനത്തിന്റെ ദൈവമാണ്. And our God is a God who brings divisions. എന്തിന്റെയാണെന്നും കൂടെ മനസ്സിലാക്കണം. We also need to understand what form of division he brings in. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ തന്നെ ദൈവം വിഭജനം നടത്തിക്കൊണ്ടാണ് തന്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത്. From the very beginning of creation he started the process by making the division. ഇരുളിനെ വെളിച്ചത്തിൽ നിന്നും വേർതിരിച്ചു. He separated darkness from the light. വെള്ളവും കരയും തമ്മിൽ വേർതിരിച്ചു. Land and water were separated. അപ്പോൾ ഇങ്ങനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം ചിലതിനെ ചിലതിൽ നിന്നും വേർതിരിക്കുന്നത് കാണാം. From the beginning of creation we see that God is in the process of separating certain things from the other. ഇന്നും നാം നോക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സത്യവചനം പ്രസംഗിക്കപ്പെടുന്നുവെങ്കിൽ ചിലതിൽ നിന്നും വേർതിരിയും. Even today if the true word of God is preached, some things will be separated from the other. ആ ഒരു വേർപാടിന്റെ അനുഭവം ദൈവജനത്തിന് ഇന്ന് അന്യമായിരിക്കുന്നു. എന്തിനേയും വെട്ടിവിഴുങ്ങുവാനുള്ള പ്രവണത ദൈവജനത്തിന്റെ ഇടയിലേക്ക് എങ്ങനെയോ കടന്നുകൂടിയിരിക്കുന്നു. അതിൽ നിന്നും എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടേണ്ടതുണ്ട്. These days we have a tendency to swallow up anything and everything that comes as teaching. We need to run away from that. വേർപാടിന് രണ്ട് വശങ്ങളുണ്ട് പ്രിയരെ. Separation has two sides.
അത് ഉദാഹരണത്തിൽ കൂടെ ഞാൻ വ്യക്തമാക്കാം. Let me prove it to the examples. നാം എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നു എന്നിരിക്കട്ടെ, Let's say we are on a journey, അല്ലെങ്കിൽ നാം ഒരു റെസ്റ്റോറന്റിൽ ആഹാരം കഴിക്കുവാൻ or പോയെന്നിരിക്കട്ടെ. maybe we are at a restaurant. നാം വലിയ കാര്യത്തെ ചെന്നപ്പോൾ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. Just one seat is there. ഒത്തിരി ആൾക്കാർ നിൽക്കുന്നു. So many people are waiting in line. നമ്മൾ കരുതി സ്തോത്രം, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി. Many times immediately we think that one seat God really prepared for me. നാം ആ ഒരു സീറ്റ് ഒക്കുപ്പൈ ചെയ്യാൻ ചെന്നപ്പോൾ ദാ അവിടെ ആരോ ഛർദ്ദിച്ചിട്ടിരിക്കുക. As we went to take that seat, we saw that someone really vomited, and that's why that is dirty there. നാം എന്ത് ചെയ്യും? What will we do? അവിടെ നിന്ന് മാറിപ്പോരും. We'll move away. ഇതാണ് വേർപാടിന്റെ ഒന്നാമത്തെ വശം. This is the first side of separation. ചിലതിൽ നിന്നും എനിക്കും നിങ്ങൾക്കും വിട്ടുപോരണം. From certain things, me and you need to move away. ചിലയിടത്തു നിന്നും നമുക്ക് മാറിപ്പോകണം. From some places we need to move away. അശുദ്ധമായ ചിലതിൽ നിന്ന് നാം മാറി നമ്മെ തന്നെ മാറ്റി നിർത്തേണ്ടതുണ്ട്. Certain things which are holy, we need to set ourselves aside from those things. എന്നാൽ അവിടുന്ന് ഒരു പരുവത്തിൽ രക്ഷപ്പെട്ട് വീട്ടിൽ വന്നപ്പോ ദാ വീട്ടിൽ കിടക്കുന്നു അതേ സാധനം. And somehow we came out of that restaurant, reached home, and at home we see the same thing. എന്തോ ചെയ്യും? What will we do? മറ്റിടത്തുനിന്ന് മാറിപ്പോയോലെ ഇവിടെ എല്ലാം വൃത്തിയോടാന്നും പറഞ്ഞ് ഇറങ്ങി പോമോ? Do we, just like we came out of the restaurant, do we come out of our home saying, oh, this place is also bad? ഉടൻ തന്നെ നാം ചിലപ്പോൾ ഡ്രസ്സ് പോലും തുണി പോലും മാറാതെ തന്നെ വേണ്ട സാമഗ്രികളൊക്കെ എടുത്ത് അത് ശുചീകരിക്കാൻ തുടങ്ങും. Immediately we will try to clean that place and start do the work of sanitation. ഇതാണ് വേർപാടിന്റെ രണ്ടാമത്തെ തലം. This is the second aspect of separation. നമ്മിൽ നിന്നും അകറ്റേണ്ട ചിലത് നാം അകറ്റിക്കളയണം. Certain things that we need to take away, separated from us, we need to do that. അത് നമ്മുടെ അകത്തളമാകാം, നമ്മുടെ കുടുംബമാകാം, നമ്മുടെ സഭയാകാം, നമ്മുടെ പ്രാദേശിക സഭയോ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയോ ആകാം. അരുതാത്തത് കണ്ടാൽ അവിടെ നിന്നും മാറ്റിക്കളയുവാനുള്ള പുരുഷത്വം ആത്മീയമായി എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. It could be a separation from yourself, it could be from your family, from the church or the society you are presently. It is your responsibility to make sure that that separation is established. എന്നാൽ ഇന്ന് സ്തോത്രം അത് നമ്മിൽ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖസത്യം വിളിച്ചു പറയാതെ വയ്യ. But it's very sad story that kind of separation, that desire is totally lost for many of us. ഒരുപക്ഷെ നിങ്ങൾ എന്നെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം, അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ലെന്ന് വന്നേക്കാം. സാരമില്ല, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മനസ്സ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. You may not allow me this stage a second time, you may ask me to go out, but let me share with you the will of God and the plan of God. Praise the Lord. Hallelujah. ഒരു ഭക്തൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. I remember a saint said like this. തിളച്ച വെള്ളത്തിലേക്ക് നാം കൈയിടുന്നിരിക്കട്ടെ. Assume you are putting your finger into a boiling pot of water. ഒരാൾ അതിന്റെ അടപ്പ് തുറന്നപ്പോൾ തന്നെ, പാത്രത്തിന്റെ അടപ്പ് തുറന്നപ്പോൾ തന്നെ ആവി കൊണ്ട് കൈ വലിച്ചു. One person, as he opened the lid, the steam was coming up, he pulled out his hand because it's very hot. മറ്റൊരാൾ പറയുകയാണ്, ഹേ നീ എന്തിനാ കൈ വലിക്കുന്നത്, ഞാൻ കൈ ഇട്ട് കാണിക്കാമെന്ന്. Why are you pulling your hand? The other person is telling, let me put my finger into it and show you. അയാൾക്ക് ആവിയെ പേടിയില്ല. ആ ആവി അത് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളം അതിലും താൻ കൈമുക്കി. The other person is not afraid of that steam that is coming out, nor even the water that is boiling. He put his finger into the water. അയാൾ പറഞ്ഞു, എനിക്ക് ചൂട് തോന്നുന്നില്ല, നിനക്ക് ഇത്ര പെട്ടെന്ന് ചൂട് തോന്നിയായിരുന്നു. How come it is too hot for you? I am not even feeling the temperature. എന്ത് മനസ്സിലാക്കുന്നു? What do you understand from this? എന്ത് മനസ്സിലാക്കുന്നു? What are we comprehending from this? ഇതിൽ ആർക്കാ കുഴപ്പം? Who has the problem here? ഒന്നാമനാണോ കുഴപ്പം, രണ്ടാമനാണോ കുഴപ്പം? The first one or the second one? രണ്ടാമനാ കുഴപ്പം. The problem is with the second one. എന്താ പ്രശ്നം? Now what is the problem? ഒന്നാമന്റെ സെൻസസ് എല്ലാം ആക്റ്റീവാ, അവൻ അതുകൊണ്ട് ചൂട് തോന്നിയപ്പോഴേ അവൻ കൈവലിച്ചു. രണ്ടാമത്തവന്റെ കോശങ്ങൾ കുഷ്ഠം പിടിച്ച് ചത്തിരിക്കുകയാ, അവന് ചൂടുവെള്ളത്തിൽ കൈയിട്ടിട്ടും തിരിച്ചറിയാൻ മേല. The first person, his sense of perception was working, he was able to sense it and he was able to come out of the danger, but the other person, since he lost his sensation, he put his hand and he is in trouble. ഇന്ന് പലരുടെയും സ്ഥിതി രണ്ടാമനെ പോലെയാ. Many places the situation of the saints are just like the second category. അശുദ്ധിയുടെ തിരത്തള്ളലിൽ അവരൊക്കെ അകപ്പെട്ടിട്ടും അത് പാപമെന്നും അശുദ്ധിയെന്നും തെറ്റെന്നും തിരിച്ചറിയുവാനുള്ള വൈകാരിക ശേഷി നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുമ്പോൾ, ഇവിടെ ഏതെങ്കിലും ഒരുവന് അവൻ സെൻസസ് നഷ്ടപ്പെടാത്തവനായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ജീവൻ ഉള്ളിലുള്ളവരായി ദൈവവചനപ്രകാരം
പകരം അശുദ്ധിയോടും പാപത്തോടും പ്രതികരിപ്പാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഈ രാത്രി പ്രബോധിപ്പിക്കുകയാണ്. The Holy Spirit is prompting each one of us to come to senses and realize what is important to God, coming out of emotions and realizing whether it is outside the scripture and respond as a sensitive person. വളരെ സൗമ്യനായ ഒരു പുരുഷൻ, A very gentleman here. അവൻ തന്നെ പറഞ്ഞു, ഞാൻ സൗമ്യതയുള്ളവനാണെന്ന്. He said, I'm a meek person. ലോകവും പറഞ്ഞു അവൻ സൗമ്യനാണെന്ന്. And the world around said he's a meek person. പക്ഷെ ഒരു പ്രത്യേക ദിവസം അവന്റെ സൗമ്യത കെട്ടുപോയി. But on a particular day he lost his meekness. അവൻ കിട്ടിയ കയറ് ചാട്ടവാറാക്കിക്കൊണ്ട് ദേവാലയത്തിലേക്ക് ക്ഷുഭിതനായി ഇരച്ചു കയറി. He went into the temple with a whipping cord. അവൻ അവിടെ കണ്ട മേശകളൊക്കെ മറിച്ചിട്ടു. And all the tables that was upon the temple he threw it down. മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ അഴിച്ചുവിട്ടു. All the animals and birds which were there he set them loose. അവിടെ പണം മാറിക്കൊടുക്കുന്നവരുടെ മേശകളെ മറിച്ചിട്ട് പണമൊക്കെ തൂകിക്കളഞ്ഞു. The money changers, the tables were scattered and the money was all over there. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു. As the disciples saw that, they realized one thing, it is written, the zealous for the temple has really eaten him. ദൈവത്തിന്റെ ആലയമെന്നും പറഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമെന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആമീൻ അട്ടഹസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച്, ദൈവത്തിന്റെ സഭയെ കുറിച്ചുള്ള എരിവ് എന്നെയും നിങ്ങളെയും തിന്നുകളഞ്ഞ് അശുദ്ധിക്കെതിരെ പോരാടുവാൻ നമ്മുടെ കാലുകൾക്ക് ബലം നൽകുന്നില്ലെങ്കിൽ നമ്മുടെ ഉച്ചാരണങ്ങൾ കൊണ്ട് കാര്യമില്ലെന്ന് ഈ രാത്രി നാം അറിഞ്ഞുകൊള്ളുക. By shouting and screaming that the place is holy and the God's presence is here, many a times we are insensitive to the true reality. It is utmost time that we respond to the reality and react according to it. ഈ രാത്രിയിൽ നാം ആ കാര്യം നന്നായി മനസ്സിലാകട്ടെ. This night we need to understand that deeply. ദൈവം ലോകത്തെ സ്നേഹിച്ചത് ഭൗതിക ദാനങ്ങൾ നൽകിക്കൊണ്ടല്ല. God did not love the world giving it material things. ദൈവം ലോകത്തെ സ്നേഹിച്ചത് ഭൗതികം നൽകുവാനല്ല. And also God did not love the world to give it worldly things. ദൈവം ലോകത്തെ സ്നേഹിച്ചത് കേവലം സൗഖ്യം നൽകിക്കൊണ്ടല്ല. God did not love the world by giving it the mere healing. ദൈവം ലോകത്തെ സ്നേഹിച്ചത് ഭാവി പറഞ്ഞുകൊണ്ടല്ല. God did not love the world foretelling what is to come. ദൈവം ലോകത്തെ സ്നേഹിച്ചത് പോക്കറ്റ് നിറച്ചുകൊണ്ടല്ല. And God did not show forth his love by filling our pockets. ദൈവം നമ്മോടുള്ള അവന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് അതുല്യമായ ഒരു വസ്തുതയിലൂടെയാണ്, തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട്. And God demonstrated his love which cannot be compared with anything else, that is by sending his only begotten son. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു. Jesus Christ came into the world for us. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കാൽവറിയാണ് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃശ്യാവിഷ്കാരം. The most visible expression of God's love is the cross of Calvary. ആ കാൽവറിയിലേക്ക് നോക്കിയാൽ നമ്മോടുള്ള അവന്റെ സ്നേഹത്തിന്റെ അതിരേകം കാണാം. And if you look into the cross, we can see the depth of his love. മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ക്രൂശ് കണ്ടാൽ മതി, ദൈവസ്നേഹത്തെ ഒരിക്കലും നാം സന്ദേഹിക്കുകയില്ല. Even though we don't receive anything else, if at all we have the right vision of the cross of Calvary, we will truly love him. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ മഹിമയും തേജസ്സും പ്രകാശവും ഉടുത്തിരുന്നവൻ അതെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി നഗ്നനായി പിറന്നു. The one who was clothed in majesty, splendor and light, he left everything and came down into the lowly form of a human being. ദൂതന്മാർ അനവരതം സ്തുതിച്ചുകൊണ്ടിരുന്നവൻ ഭൂമിയിൽ പിറന്ന് മനുഷ്യരുടെ നിന്ദാപാത്രമായി മാറി. The one who was the sound and music of the angels, he came down and became a reproach to the human beings. അമർത്യനായിരുന്നവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി രോഗം ശീലിച്ചവനെ പോലെ. The one who was immortal by nature, he came and he became sick and weak. ഓ, എന്തിനാണ് അവൻ താണഭൂമിയിലേക്ക് വന്നത്? For what purpose did he come down to this low earth? ഒരു കാര്യം മനസ്സിലാക്കണേ പ്രിയരെ, നാം കാണുന്ന അഖിലാണ്ടത്തെ മുഴുവനും കേവലം തന്റെ വാക്കുകൾ കൊണ്ട് നിർമ്മിച്ച ദൈവം. The one who created all this cosmos by his spoken word. മനുഷ്യനെ കേവലം തന്റെ കൈകൾ കൊണ്ട് മെനഞ്ഞ ദൈവം. The one who formed man by his mere hands. അങ്ങനെ കൈകൊണ്ട് മെനയപ്പെട്ട മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ളവനാക്കിയ ദൈവം. The very man who was formed by his mere hands and who brought the breath of life into his nostrils and brought him as a living man. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. I said three things. വാക്കുകൾ
കൊണ്ട് സൃഷ്ടി മുഴുവനും നടത്തിയവൻ. Through his spoken word, he brought things into existence. കൈകൊണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കിയവൻ. By his hands, he gave the form of human being. ഊതി ജീവശ്വാസം പകർന്ന് മനുഷ്യനെ ജീവിപ്പിച്ചവൻ. By breath, giving that mold a real life. എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? How did he demonstrate his love towards us? കേവലം വചനത്താലാണോ? Was it just by words? അല്ല. Not at all. സ്പർശനത്താലാണോ? Is it by touching? അല്ല. Not at all. ഊത്തിനാലാണോ? Is it by blowing or breathing? അല്ല. No. വചനം കൊണ്ടും തൊടലുകൊണ്ടും ഊതിക്കൊണ്ടും നമ്മോട് തന്റെ സ്നേഹം പ്രദർശിപ്പിക്കാമായിരുന്നു. He could have demonstrated his love towards us by the words, by the touch, or by a breath. പറഞ്ഞുകൊണ്ടും തൊട്ടുകൊണ്ടും ഊതിക്കൊണ്ടും നമ്മുടെ പാപം പോക്കാമായിരുന്നു. He could have also brought restitution for our sins by word, by touch, or by breath. എന്നാൽ ദൈവം ആ മാർഗം തെരഞ്ഞെടുത്തില്ല. But God did not choose that path for the remission of sins. എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ അവൻ തെരഞ്ഞെടുത്ത മാർഗം അഗമ്യമായിരുന്നു, അത് അനുപമമായിരുന്നു, നിസ്തുലമായിരുന്നു. The path he chose to redeem us was incomparable, uncomprehendable, and nothing can be matched to that. നമ്മെ സൃഷ്ടിപ്പാൻ ദൈവത്തിന് ഒരു മുടക്കുമുണ്ടായില്ല. To create us, God has to pay no cost at all. സൃഷ്ടി മുഴുവനും നിർമ്മിപ്പാൻ, ഈ പ്രപഞ്ചം മുഴുവനും നിർമ്മിക്കുവാൻ ദൈവത്തിനൊരു വിലയും കൊടുക്കേണ്ടതായി To വന്നില്ല. create all this universe and cosmos, God had to pay no price at all. മനുഷ്യനെ ജീവനുള്ളവനാക്കി തീർക്കുവാനും ദൈവത്തിന് നഷ്ടമായത് ഒരിച്ചിരി കാറ്റ് മാത്രമാ. And to create that person to a living being, all that God lost was just a blowing breath. എന്നാൽ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുവാൻ ദൈവത്തിനൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു. But to love you and me, God had to give a great price. വില കൊടുക്കാതെ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ഒരു വലിയ വില കൊടുത്താണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. To create us, he paid no price, but to redeem us, he paid a great price. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കർത്താവ് ഒരു വലിയ വില നൽകി. Our God gave a great price. നമ്മോടുള്ള സ്നേഹത്തെ അവൻ പ്രദർശിപ്പിച്ചു. And he demonstrated his love towards us through that. നഗ്നനായി ഭൂമിയിൽ പിറന്ന യേശു, The one who came naked into this world. എല്ലാം ഉരിഞ്ഞു വെച്ചിട്ട് ഭൂമിയിൽ വന്ന നസറായൻ, The one who emptied everything and became a Nazarite. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ജനിക്കുവാൻ ഒരു കന്യകയുടെ ഗർഭപാത്രവും മരിച്ചപ്പോൾ അടക്കപ്പെടുവാൻ ഒരു ധനവാന്റെ കല്ലറയും കടം വാങ്ങിയവൻ. The one who borrowed a virgin's womb for birth and one who borrowed a rich man's tomb for his burial. ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഒരുത്തന്റെ പടകും യാത്ര ചെയ്യേണ്ടതിന് ഒരുത്തന്റെ കഴുതയെയും കടമെടുത്തവൻ. The one who borrowed a boat to travel and one who borrowed a donkey for his travel. സ്വന്തം കരം കൊടുക്കുവാനില്ലാതെ ആരുടെയോ കളഞ്ഞുപോയ നാണയം കൊണ്ട് കരം കൊടുത്തവനും ശിഷ്യന്മാരുമൊത്ത് പെസഹയാചരിപ്പാൻ ഇടമില്ലാത്തത് കൊണ്ട് ആരുടെയോ വിരിച്ചൊരുക്കിയ വൻമാളികയെ വാടകയ്ക്കെടുത്തവനുമായ ഒരു നസറായൻ. The one who did not have enough money to pay the income tax but paid it with someone's lost coin, and one who did not have a place to prepare the Passover meal and he did it in a borrowed place. എന്തൊക്കെയോ ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിച്ച് മുൻപോട്ട് വന്ന മനുഷ്യനോട്, നിന്റെ ഈ ആഗ്രഹപ്രകാരം എന്നെ അനുഗമിക്കുന്നതിനേക്കാൾ നല്ലത് കുഴിയുള്ള കുറുക്കനെയും വീടുള്ള പക്ഷിയെയും അനുഗമിക്കുന്നതാണെന്നും പറഞ്ഞു വിട്ട നസറായ ഗുരു. The one Jesus Christ who people, when he followed after him, he said, if you are with the expectation of receiving something from me, go after the foxes and the birds which have nests and holes. എന്തിനാണ് കർത്താവേ നീ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ വന്നത്? Why is it, Lord, that you came to this earth rejecting everything? പിതാവായ ദൈവം പറയും, എൻ്റെ പുത്രനെ ഞാൻ ഇങ്ങനെ അയച്ചത് എന്നാലെങ്കിലും എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയാനാ. The Father God will respond, I send my son in this fashion so that even by that means you may realize how much I love you. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. Jesus Christ was sent out for us into this world. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. God sent his son for us to this world. കാൽവരിയിൽ മരിക്കുവാനായിട്ട് യേശു വന്നു. And Jesus came so that he could die on the cross of Calvary. തിരുവെഴുത്തുകളിൽ പ്രകാരം അവൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു. As per the scriptures, he came into this world. തിരുവെഴുത്തുകളിൽ പ്രകാരം അവൻ നമുക്ക് വേണ്ടി
പിടിക്കപ്പെട്ടു. As per the scriptures, he was captured by the soldiers. തിരുവെഴുത്തുകളിൽ പ്രകാരം അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി. As per the scripture, he became the utmost ultimate sacrifice on the cross of Calvary. ഹല്ലേലൂയ. Amen. അവൻ ഏകാന്തത അനുഭവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഭൂമിയിൽ ആയിരുന്നു. Experiencing loneliness, he was all by himself for us in this earth. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മലയാളത്തിലെ ഗ എന്ന അക്ഷരം 3 പ്രാവശ്യം ഓർക്കണം. When you think about his love, we need to remember the letter G in our Malayalam. 1 Number 1, ഗതസമന, the word Gethsemane. 2 ഗബ്ബഥ, 2nd, Gabbatha. 3 ഗോൽഗോഥ. 3rd one, Golgotha. എന്താണ് ഈ 3 ജി അല്ലെങ്കിൽ ഗായുടെ അർത്ഥം? What is the meaning of 3 words starting with G? ഗതസമനയിൽ എന്ത് ഭവിച്ചു? What happened in the place of Gethsemane? യേശുവിന്റെ രക്തം വിയർപ്പ് തുള്ളികളെ പോലെ ഭൂമിയിൽ പതിച്ചു. The blood of Christ was pouring out like drops of sweats coming down. വിയർപ്പ് ധമനികൾ പൊട്ടി രക്തധമനികളുമായി രക്തമതിൽ കലർന്ന് വിയർപ്പ് വീണുവെന്നാണ് ഒരു ഫിസിഷ്യൻ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. One physician has certified that because of the immense pain, blood started oozing out and started coming through. യേശുവിന്റെ രക്തം വിയർപ്പ് തുള്ളികളെ പോലെ അല്ലെങ്കിൽ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെ ഭൂമിയിൽ പതിച്ച ഇടമാണ് ഗതസമന. At that utmost pain, the sweat was coming as drops of blood. That was the place of Gethsemane. ഏകദേശം 10ഓളം അനുഭവങ്ങൾ ഗതസമനയിലുണ്ട്. നേരക്കുറവുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കുവാൻ സ്വയപഠനത്തിന് വിട്ടിട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. Almost 10 experiences of pain are there in the Gethsemane. I leave it as a homework for you to study. 2 ഗബ്ബഥ. 2nd is the place Gabbatha. എന്താണ് ഗബ്ബഥ? What is Gabbatha? അവൻ നിർവസ്ത്രനായി നഗ്നമായ പുറം മുഴുവനും ചാട്ടവാറുകളാൽ അടിയേറ്റ് രക്തമൊഴുക്കിയ സ്ഥലമാണ് ഗബ്ബഥ. The place Gabbatha is a place where he was almost naked and his back was bruised and beaten, and he was as a public spectacle for all the people. യേശുവിന്റെ വസ്ത്രം ഉരിയപ്പെട്ടു. His clothes was removed. ചിലർ പറയുന്നു അവനെ 4 കാലുകളിൽ കുനിച്ചു നിർത്തിയെന്ന്. Some people say he was put down and as he's standing on 4 legs. മറ്റു ചില ചരിത്രരേഖകൾ പറയുന്നു 2 കൈകളും മുകളിലേക്ക് കെട്ടി തൂക്കിയിട്ടു എന്ന്. Some other historians say his hands were stretched out and he was hanging down. കുതിരയുടെ തുകല് കീറി 3 വാറുകൾ ഉണ്ടാക്കി. അങ്ങനെ 3 കയറുകൾ പോലെ വാറുകൾ ഉള്ളതും അതിന്റെ അഗ്രങ്ങളിൽ ലോഹ കഷ്ണങ്ങളും എല്ല് കഷ്ണങ്ങളും ഒക്കെ കെട്ടിയിട്ടതുമാണ് റോമക്കാരുടെ ചാട്ടവാർ. The whip they used was made from skins of horses, and to the end of those strips 3 cords were woven together and metallic hooks were attached to it. അതുകൊണ്ട് ചിലർ പറയുന്നു 39 അടിച്ചുവെന്ന്, മറ്റുള്ളവർ പറയുന്നു ഇതിൽ ഒരു വാറിന്റെ അടി ഒരടിയായിട്ട് എണ്ണുന്നത് കൊണ്ട് 13 അടിച്ചു 39 നിർത്തിയെന്ന്. Some people say since it was 3 stripes, and some people say it was 13 stripes which brought into 39, and some others say it was 39 stripes. ഏതായാലും അവന്റെ പുറം ഈ അടിയേറ്റ് ഉഴവു ചാലുകൾ പോലെ കീറി. But all we know is his back was bruised and beaten very badly. ഓരോ പ്രാവശ്യവും അടിച്ച് വലിക്കുമ്പോൾ യേശുവിന്റെ പുറത്തെ പച്ച മാംസത്തുണ്ടുകൾ ഈ കഷ്ണങ്ങൾക്കകത്ത്, ഈ ലോഹ കഷ്ണങ്ങൾക്കകത്ത് പറഞ്ഞിട്ട് അത് കിടന്ന് പിടയ്ക്കുമായിരുന്നു. As the whip is being brought in his back, the metal hooks is pulling out fresh flesh and it is coming and falling to the ground. അങ്ങനെ യേശുവിന്റെ രക്തം അടിയേറ്റ് ഒഴുകിയ സ്ഥലമാണ് ഗബ്ബഥ. So Gabbatha is the place where the blood of Christ was pouring out and being poured. യേശുക്രിസ്തുവിനെ അടിക്കുവാനായിരുന്നില്ല പീലാത്തോസ് സത്യത്തിൽ ആഗ്രഹിച്ചത്. It was not Pilate's true desire to whip him there. എന്നാൽ ക്രൂരമായി യേശുവിനെ ഇങ്ങനെ അടിച്ച് തല മുതൽ പാദം വരെ രക്തമൊഴുകിയവനായി കാണുമ്പോൾ യഹൂദന്മാർക്ക് അവനോട് കരുണ തോന്നി വിട്ടേക്കാൻ പറയും എന്ന് കരുതി അടുപ്പിച്ചതാ. Pilate's intention was that seeing him beaten so badly as he is losing out blood from every portion of his body, the people may have mercy on him and he can let him go. പക്ഷെ എന്നിട്ടും അവർക്ക് മതി വന്നില്ല. But the people were not even satisfied with that sight. അവർ വീണ്ടും ആക്രോശിച്ചു, ഇവനെ ക്രൂശിക്കുക. They cried out louder, crucify him. അതുകൊണ്ടൊടുവിൽ അവനെ ഗോൽഗോഥായിലേക്ക് നടത്തി. And finally because of that he was led to Golgotha. പട്ടണത്തിന് പുറത്തുള്ള അല്പം ഉയർന്ന കുന്ന്. Outside of the city limits it was an elevated hill. രാത്രി മുതൽ അടിയുമിടിയുമേറ്റ് തളർന്ന ശരീരത്തിൽ ഭാരിച്ച മരക്കുരിശുമായി യേശു ഗോൽഗോഥായിലേക്ക് നടന്നു പോകുകയാണ്. Since morning he has been beaten and bruised and his body is tired, and with a heavy
cross, he is climbing up the hill. നാം ചിലപ്പോൾ വിചാരിക്കും കുറേനക്കാരനായ ശീമോനാണ് അവന്റെ കുരിശ് വഹിച്ചതെന്ന്. Many times we think that Simon from Cyrene was carrying his cross. എന്നാൽ അവൻ കുരിശ് വഹിച്ചിട്ടില്ല. അവൻ യേശുവിനെ കുരിശ് ചുമപ്പാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. He was not really carrying the cross, but he was just assisting him to carry that cross. അതുകൊണ്ടാണ് ക്രൂശീകരണത്തിൽ മുഴുവനും ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന അരുമശിഷ്യനായ യോഹന്നാൻ തന്റെ 19-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, താൻ തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് തലയോടിടം എന്ന ഇടത്തേക്ക് നടന്നുപോയി എന്ന്. That is why the dear disciple John says like this, he himself carried his cross and walked to Golgotha. യേശു ക്രിസ്തു ഭാരിച്ച കുരിശുമായി തലയോടിടം ഗോൽഗോഥായിലേക്ക് നടന്നു. And Jesus Christ carrying his heavy cross, he himself is going to Golgotha. ഗോൽഗോഥായിൽ യേശുവിനെ ക്രൂശിച്ചു. And at the place of Golgotha he was crucified. അവന്റെ രക്തം ഏകദേശമൊക്കെ എല്ലാം വാർന്നു പോയിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ യേശു മരിച്ചു. Because almost all his blood was already used out, he died very quickly. നമുക്കറിയാം യേശു മരിച്ചത് കൊണ്ട് അവന്റെ അസ്ഥി ഒടിച്ചില്ല, എന്നാൽ ഒരു പടയാളി കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. Since Jesus already died, the soldier did not break his legs but pierced him on the side. ഹൃദയത്തിൽ അല്പം ശേഷിച്ചിരുന്ന രക്തവും ആ വെള്ളവും കൂടെ അവസാന തുള്ളി വരെ ഒഴുകി. At that poke, the very remaining blood and water that also came out from his heart. ഗദസമന രക്തം ഉയർത്ത സ്ഥലം. Gethsemane is the place where he sweat blood. ഗബ്ബഥ രക്തം ഒഴുക്കപ്പെട്ട സ്ഥലം. Gabbatha is the place the blood was poured out. ഗോൽഗോഥ രക്തവും വെള്ളവും അവസാന തുള്ളി വരെയും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ചീന്തപ്പെട്ട സ്ഥലം. Gabbatha is the place even the last drop of blood and water was used out for our sins. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും യേശുവിനെ എത്ര മണിക്ക് ക്രൂശിച്ചു, എത്ര മണിക്കൂർ യേശു കുരിശിൽ കിടന്നു എന്ന്. Probably you may know how many hours he was on the cross and what time he was crucified. എത്ര മണിക്കൂർ യേശു ക്രൂശിൽ കിടന്നു? How many hours he was on the cross? Good. എത്ര മണിക്ക് കർത്താവിനെ ക്രൂശിച്ചു? At what time he was crucified? എളുപ്പമൊന്ന് വായിച്ചു വിട്ടേരെ. നാം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന നാം നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച പങ്കപ്പാടുകളെ ഓർക്കുന്നത് നന്നായിരിക്കും. Let's read that. It may be good we review what our Jesus suffered for us. അത് ഓർക്കുവാനാ തിരുമേശ കർത്താവ് നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത്. To remember that alone he has given us the Lord's table. കുറഞ്ഞ പക്ഷം അന്നെങ്കിലും ഒന്ന് ഓർക്കട്ടെന്ന് കരുതിയാ. At least on that day itself people may remember. നമുക്ക് അന്നും നേരമില്ല. That day also we don't have the time for that. നമുക്ക് കമ്മിറ്റി മീറ്റിംഗിന് സമയപരിധിയില്ല, പക്ഷെങ്കിൽ സഭായോഗത്തിന് സമയപരിധിയുണ്ട്. We have no time restrictions for committee meeting, but for the church we have limitations. നമുക്ക് പിക്നിക്കിന് സമയപരിധിയില്ല, പക്ഷെ തിരുവത്താഴത്തിന് സമയപരിധിയുണ്ട്. We have no time restrictions on the day of picnic, but on the Lord's table time we have restrictions. നമ്മുടെ ചിന്താഗതികളും രീതികളും മാറിയെങ്കിൽ നന്നായിരുന്നു. If at all our thoughts, attitudes and considerations aspects have changed, it would have been better. വളരെ പ്രായമുള്ള അമ്മമാര് പോലും നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മൂക്കിൽ പല്ല് കിളിച്ച മക്കളോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. This is one thing even very elderly mothers have said to their older children. നിനക്ക് വേണ്ടി നിന്നെ പ്രസവിക്കുവാൻ ഞാൻ സഹിച്ച വേദന നീ അറിയാതിരിക്കരുത്, ഓർക്കണമെന്ന്. You should remember and you should not forget the pain I had to endure to give you the birth. നിങ്ങളും അമ്മമാര് പറഞ്ഞിട്ടുണ്ടാകും. Many of you mothers might have said that. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ നിങ്ങൾ സഹിച്ച വേദനയാണ് ഉലകത്തിലെ ഏറ്റവും വലിയ വേദനയെന്ന നിങ്ങൾ കരുതിയിരിക്കുന്നത്. Many of you think the greatest pain that you endured is the pain that labor pain. തീർച്ചയായും ആയിരിക്കാം. It could be so. അങ്ങനെയെങ്കിൽ എത്രയോ എത്രയോ പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു നൊന്തുപറ്റ കാൽവറിയിൽ അവനേറ്റ വേദന ഞാൻ നിങ്ങളും ഓർക്കണം, മറക്കരുത്. If that was so, to lead many sons to glory, how much would have been the pain the Almighty God have taken for that purpose? രണ്ട് വാക്യങ്ങൾ വായിച്ചോളൂ. Let's read 2 verses. മർക്കോസ് 15-ാം അധ്യായം 25-ാമത്തെ വാക്യം. Mark chapter 15 verse 25. മൂന്നാം മണി നേരമായപ്പോൾ അവനെ അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ചു. It was the 3rd hour when they crucified him. ഇനിയും മർക്കോസിന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 45-ഉം 46-ഉം വാക്യങ്ങൾ. Matthew chapter 27 verse 45 and 46. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി.
From the 6th hour until the 9th hour, darkness came all over the land. ഏകദേശം 9 മണി നേരത്ത് യേശു താഴോട്ട് വായിച്ചതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞേക്കാം, നിലവിളിച്ച് പ്രാണനെ വിട്ടു. About the 9th hour, Jesus cried out and gave up his spirit. 3 മണി നേരത്തെ യേശുവിനെ ക്രൂശിച്ചു. At the 3rd hour, he was crucified. എന്താ 3 മണി എന്ന് പറഞ്ഞാൽ? What is meant by the 3rd hour? പകൽ 3 മണിക്കൂറായപ്പോൾ, അതായത് രാവിലെ 9 മണിക്ക്. The 3rd hour means when the day has gone and it is the morning 9 o'clock. മരിച്ചതപ്പോൾ What time did he die? 9 മണി നേരം 9th hour. എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഏകദേശം 3 മണി. That means evening 3 o'clock. രാവിലെ 9 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള ഏകദേശം 6 മണിക്കൂർ യേശു ക്രിസ്തു ക്രൂശിന്മേലായിരുന്നു. From the morning 9 a.m. till evening 3 p.m. he was on the cross. ആ തണലില്ലാത്ത മൊട്ടക്കുന്നിൽ വേനൽക്കാലത്ത് യേശു ക്രിസ്തു 3 ആണികളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൂങ്ങിക്കിടന്നു. On that hill where there is no shadow to give him rest, he was hanging down there for 6 hours in that hot sun. സുഖകരമായ കിടപ്പായിരുന്നു അത്. Do you think it was a very comfortable hanging down there? Praise the Lord. ഇന്ന് രാത്രി ഒന്ന് ഓർക്കണേ പ്രിയരെ, മറ്റൊന്നും ഓർത്തില്ലെങ്കിലും നമ്മോടുള്ള സ്നേഹം നിമിത്തം ദൈവം തന്റെ പുത്രനെ നൽകി തന്ന ഈ സ്നേഹം, ഈ വസ്തുത നാം ഓർക്കാതെ ഇരിക്കരുത്. Even if we forget everything else, at least remember this: the depth of love God has given for us. 3 ആണികളിൽ യേശു ക്രിസ്തു 6 മണിക്കൂർ എനിക്കും നിങ്ങൾക്കും വേണ്ടി വേനലിൽ വെയിലത്ത് തൂങ്ങിക്കിടന്നു. For 6 hours he was hanging on that cross on those 3 nails. നാം പലപ്പോഴും കാണുന്നത് കൈവെള്ളയിൽ ആണിയടിച്ചതാ, അവിടെയല്ല, ഇവിടെയാണ് ആണിയടിച്ചിരിക്കുന്നതെന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത്. കാരണം ഇവിടെയുള്ള 2 അസ്ഥികൾക്കിടയിലൂടെയാണ് ആണി കടന്നത്. ഇവിടെയായിരുന്നുവെങ്കിൽ പറഞ്ഞു പോയേനേയും, അതിന് സാധ്യതയില്ല. ഇവിടെയാണ് അടിച്ച് തൂങ്ങിക്കിടക്കുക. Many times we come to understanding that the nail was pierced right in the palm, but it is not so, because the weight cannot be taken if the nails were pierced through the palm, but it was put through the wrist between the 2 bones there. അതിനും ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ രൂപം വികൃതമായി പോയി. And even 700 years before that happened, the prophet Isaiah said his form was changed that he can't even be recognized. ആയിരങ്ങളിൽ സുന്ദരനെന്നും ലക്ഷങ്ങളിൽ സുന്ദരനെന്നും ഞാൻ നിങ്ങളെ മുൻ ഏറ്റുപാടുന്ന യേശു കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതമായ രൂപമായി കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൂങ്ങപ്പെട്ടു. പ്രിയരേ, we keep on singing he is more beautiful than thousands and more beautiful than anybody else, but that person, his form was lost that he could not even be recognized. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എന്നതിന് ഒരു പ്രത്യേക വ്യാഖ്യാനം കൊടുക്കപ്പെടുന്നത് മനുഷ്യനാണെന്ന് പോലും തോന്നാത്തതുപോലെ യേശു വികൃതമാക്കപ്പെട്ടു എന്നാണ്. One interpretation given is he was so deformed that you can't even think he is a human being. പണ്ട് കണ്ട യേശു ആണെന്നല്ല, ഒരു മനുഷ്യരൂപമാണെന്ന് പോലും തിരിച്ചറിയാത്തതുപോലെ എന്റെ യേശു വിരൂപമാക്കപ്പെട്ടു. It is not that his form changed that he can't recognize as the old Jesus, but he's so changed that he can't even recognize as a human being. തലയിൽ മുൾമുടി അണിഞ്ഞവൻ, and on his head the crown of thorn is there, മുഖമെല്ലാം തുപ്പലേറ്റവൻ, and his face was spattered, രോമം വലിച്ച് പിഴപ്പെട്ടവൻ, and his beard was pulled out, കണ്ണുകെട്ടി മുഷ്ടി ചുരുട്ടി ഇടിച്ചതിനാൽ നീര് വന്ന മുഖം, and his eyes was blindfolded and he was beaten on the face and everything is swollen, കോലുകൊണ്ട് ശരീരമാകെ അടിയേറ്റിരിക്കുന്നു. by reeds he was beaten so many times and it was broken. അതിനും പുറമെയാണ് തന്റെ പുറമെല്ലാം അടിച്ച് ചീന്തപ്പെട്ടിരിക്കുന്നത്. On top of all that there was the 39 stripes on his back. ഹല്ലേലൂയ. എന്റെ യേശുവേറ്റ പങ്കപ്പാടുകൾ ഇന്ന് രാത്രി ഒന്ന് ഓർത്തു നോക്കൂ. Let us ponder the pain he suffered for each one of us. ഞാനും നിങ്ങളും ഇന്നിവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. We each one of us are comfortable here. ഹൃദയത്തിൽ സമാധാനം ആസ്വദിക്കുന്നു. We have peace in our hearts. ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കുന്നു. In our body we enjoy the healing. മനസ്സിൽ സന്തോഷമുള്ളവരാണ് നാം. And we have happy and joy in our hearts. ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിച്ചു. And we also have received the spirit that calls Abba Father. The spirit of sonship is given to us. സ്വാതന്ത്ര്യത്തോടുകൂടെ എനിക്കും
നിങ്ങൾക്കും ഒരു സ്വർഗം ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രത്യാശിച്ച് സന്തോഷത്തിന്റെ പാട്ടുകൾ നാം പാടുന്നു. We sing joyfully, saying and hoping that God has prepared a place for us in the heavens. എന്നാൽ ഇതിനു വേണ്ടി ഒരു വലിയ വില കൊടുത്ത നാഥനുണ്ട്, അവനെ നാം മറക്കരുത്. But don't forget the one who paid a big price to give us these comforts. നസറായനായ യേശുവാണത്. It was Christ Jesus of Nazareth. എനിക്കും നിങ്ങൾക്കും ദൈവഭവനത്തിലേക്ക് ജന്മം നൽകിയത് യേശുവാണ്. It is Christ Jesus who gave us a birth in the kingdom of God and the house of God. ഹല്ലേലൂയ. കാണുന്നവർ മുഖം തിരിച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിക്കപ്പെട്ടിരുന്നുവെന്നാണ് പ്രവാചകൻ പ്രവചിച്ചത്. The prophet wrote like this: whoever looked at him, they reproached and looked away because he was so deformed and so bad. എപ്പോഴാണ് നാം ഒരു വ്യക്തിയിൽ നിന്നും മുഖം മറയ്ക്കുന്നത്? At what point in time we stop looking at a person and turn away? ഒരു മനുഷ്യൻ നഗ്നനായിരിക്കുമ്പോഴാണ്. When a person is naked. ഹല്ലേലൂയ. 33 തിരുവയസ്സുള്ള ഒരു പുരുഷൻ ഏതാണ്ട് നഗ്നനായി ക്രൂശിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുകയാണ്. At the prime age of 33 years, this male person is hanging on the cross between the heaven and earth. ഒരു വ്യക്തിയെ അപമാനിക്കുവാനുള്ള ഏറ്റവും ക്രൂരമായ രീതി വസ്ത്രാക്ഷേപം ചെയ്യുക എന്നതാണ്. The most severest way you can inflict pain upon a human being is by stripping his clothes. നാം പലപ്പോഴും യേശുവിനെ നാനടം മറച്ച് വസ്ത്രം ധരിച്ചവനായി ചിത്രത്തിൽ കാണാറുണ്ട്. Many a times we see Jesus as covering just his moral nakedness. സത്യത്തിൽ അങ്ങനെയല്ല, അവൻ നഗ്നനായിട്ടാണ് ക്രൂശിൽ മരിച്ചത്. Truly he was completely naked on the cross. പാപം നിമിത്തം നീതിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് തിരികെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ നീതിയുടെ വസ്ത്രം നെയ്തെടുത്ത നെയ്ത്തുശാലയായി കാൽവറിയുടെ കുരിശ് മാറി. The cross of Calvary was transformed into the place which gives the cloth of righteousness, so that the man who lost righteousness could be clothed with it. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ തേജസ് പകരേണ്ടതിന് തേജസ്സിന്റെ വസ്ത്രം നെയ്തെടുത്ത നെയ്ത്തുശാലയായി യേശുവിന്റെ ക്രൂശ് മാറി. പ്രിയരേ, The one who lost glory by committing the sin, the very one gave him the glory by becoming empty and naked on the cross of Calvary. പാപം നിമിത്തം ആമീൻ രക്ഷയ്ക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന മനുഷ്യന്റെ ദാഹം പോക്കുവാൻ അരുമനാഥനായ ക്രിസ്തു കാൽവറിയിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. To quench the thirst of the man who is committed sin and he is destined to perish, Christ Jesus cried out, I thirst. Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ നമ്മുടെ അന്ധകരണത്തിൽ ക്രൂശിന്റെ ദർശനം ഒന്നുണ്ടാകട്ടെ. May in our inner hearts may we have the sight and vision of that cross. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ദർശനം നമ്മിൽ ഉണ്ടാകട്ടെ. May we have that vision of Christ Jesus who is crucified on the cross. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ കണ്ണിൻ മുൻപിൽ നാം കാണുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ സ്നേഹത്തിന് പുറകെ പോകുവാൻ ഇടയില്ല സഹോദരങ്ങളെ. If at all we can see Christ Jesus as truly crucified right before our eyes, we will never be able to go after the temporary pleasures of this world. യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ സഹിച്ച കഷ്ടപ്പാടുകളെ കണ്ടാൽ, സ്തോത്രം, അത് നാം ഓർത്താൽ, അത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഘടകമായി തീർന്നാൽ ഇനിയും ലോകത്തിലേക്ക് ഇറങ്ങുവാൻ അതിന്റെ സുഖങ്ങൾ ആസ്വദിക്കുവാൻ ഞാൻ നിങ്ങൾ ഒരുമ്പെടുകയില്ല. If you could truly ponder for a moment the pain he went through, we will never be able to go after the pleasures which this world is offering. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Glory Jesus. Thank you, God. Thank you, Jesus. Praise the Lord. You deserve glory. Hallelujah. You deserve honor. We thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Lord. Hallelujah. Thank you, Jesus. പൗലോസ് ഗലാത്യരോട് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? Paul is challenging the Galatians, who has bewitched you that you are so blind that you can see Christ Jesus and whom crucified? ഇന്നത്തെ സുവിശേഷങ്ങളിൽ നിന്ന് ക്രൂശ് എടുത്തു മാറ്റിയിട്ട് ക്രൂശിന് പകരം
ആമീൻ, നമുക്കുണ്ടെന്ന് തോന്നുന്ന ഉയരങ്ങളെ പുലുകുവാൻ കോവേണി വെച്ചു തരുന്ന ആധുനിക സുവിശേഷകന്മാരുടെ പുറകെ വഞ്ചിക്കപ്പെട്ടവരായി പോകരുത് എന്ന് ക്രൂശിക്കപ്പെട്ട യേശുവിനെ സാക്ഷിയാക്കി ഇവിടെയുള്ള ദൈവജനത്തെയും ദൈവസഭയെയും ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. Putting Christ Jesus as witness, I declare it very firmly that do not bring anything as higher priority than the truth what is Scripture is mentioned, but have Christ Jesus as utmost priority and go as per the doctrine revealed in it. യഥാർത്ഥമായും യേശുവിനെ പിൻഗമിക്കുന്നവന്റെ ചുമലിലിരിക്കുന്നത് കോവേണിയല്ല, കുരിശാണ്. The one who is truly carrying and caring for the Christ Jesus, the burden that is upon him is the cross, not the ladder to go up in the worldly ways. ഹല്ലേലൂയ. ആധുനിക പ്രസംഗകരുണ്ട്, ആധുനിക സുവിശേഷകരുണ്ട്, ആധുനിക കൾട്ടിക് ഗ്രൂപ്പുകളുണ്ട്. അവര് കുരിശെടുത്തു മാറ്റി കോവേണി വെച്ച് തരും. കയറിക്കോ, ഇത് നിങ്ങളുടെയാ, പിടിച്ചോളാൻ പറയും. There are modern preachers and modern theologies coming out. They take away the cross and give us a ladder. So climb on this, you will get everything. Hallelujah. Glory Jesus. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവജനം മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് പ്രസംഗിക്കുവാൻ കരുതിയിരുന്ന മറ്റു ചിലതാണ്. I was preparing to give a different message thinking there are godly people here. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എന്റെ ജനത്തോട് എന്റെ സ്നേഹത്തെ കുറിച്ച് പറയുക. But the Holy Spirit prompted me and asked me to say, tell my people about the love I have for them. എന്റെ പുത്രന്റെ കുരിശിനെ കുറിച്ച് പറയുക. Tell them about my son's cross. Hallelujah. അങ്ങനെ ഞാൻ വരുമ്പോഴാണ് ആമേൻ, ഞങ്ങൾ അറിയാതെ തന്നെ എനിക്ക് മുൻപ് പ്രസംഗിച്ച കർത്താവിന്റെ ദാസൻ ദൈവസ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ച് ആമേൻ എനിക്ക് ദൈവ ശബ്ദത്തിന്റെ ഉറപ്പ് നൽകി തന്നത്. As we were coming into the place, the former preacher who was preaching about the love of God, and that was a confirmation for me to preach on the same topic. എനിക്കറിയാം, രക്ഷിക്കപ്പെട്ട ജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. I know it very well that I am preaching the word of God to the born again saints. തിരുവത്താഴമെടുക്കുന്ന ജനത്തോട് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് ബോധ്യം എനിക്കുണ്ട്. I am very convinced that I am sharing this message to the people who participate in the Lord's table. എന്നാൽ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞ ദൈവപിതാവിന്റെ ഹൃദയം കേഴുകയാണ്. നാം അവന്റെ സ്നേഹത്തെ നിരസിച്ച് പോകുന്നത് കണ്ടിട്ട്. But it is very painful and our Father's heart is crying out, seeing we are rejecting the love of the Almighty God. Hallelujah. സ്തോത്രം. Hallelujah. Glory. നമ്മുടെ പാട്ടുകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ശുശ്രൂഷകളുമൊക്കെ നമ്മുടെ ഹൃദയത്തെ ദൈവസ്നേഹത്തിന് വേണ്ടി ഒന്ന് തുറന്നിരുന്നെങ്കിൽ, if at all our songs, our prayers, our petitions, if at all that were to truly devoted to the word of God and to God's love. Hallelujah. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ദൈവം നമ്മെ സ്നേഹിച്ചു. Let me repeat it again. God loved us. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. God still loves us. അനാദി മുതൽ അവൻ നമ്മെ സ്നേഹിച്ചു. From the past eternity he loved us. കാൽവരിയുടെ വില കൊടുത്തുകൊണ്ടും അവൻ നമ്മെ സ്നേഹിച്ചു. Paying the whole price at the cross of Calvary he loved us. ഇന്നും നാം അവന്റെ സ്നേഹത്തിൽ നിന്നും കുതറി മാറുമ്പോഴും അവൻ നമ്മെ സ്നേഹിക്കുന്നു. Even now when we run away from his love, he still loves us. നിത്യത വരെ അവൻ നമ്മെ സ്നേഹിക്കും. And to eternity, future eternity, he'll be loving us. ഇന്ന് രാത്രിയിൽ നമുക്ക് തിരിച്ചും ഈ ദൈവത്തോട് പറയാം, കർത്താവേ, എന്ത് വില നൽകിയും ഞാൻ അങ്ങയെ സ്നേഹിക്കും. We can respond back and say, Lord, whatever is the price, I will love you. ഇന്ന് വൈകിട്ട് ഒരു ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. This evening I went to one home and I prayed like this. കർത്താവേ, പത്രോസിനെ പോലെ ഒരു വലിയ വെളിപ്പാട് എനിക്ക് വേണമെന്നില്ല. Lord, I'm not praying for a great revelation just like Peter got. യൂദായെ പോലെ പണസഞ്ചി എനിക്ക് വേണമെന്നില്ല. Just like Judas Iscariot, I'm not seeking for the money bag. അന്ത്രയോസിനെ പോലെ ഒരുത്തനെ ഞാൻ നിങ്ങളിലേക്ക് നടത്തണമെന്നില്ല. Just like Andrew, I don't need to bring one more person to the fold. ഫിലിപ്പോസിനെ പോലെ അപ്പം കൊടുക്കുന്ന ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണമെന്നില്ല. You don't have to give me the ministry of serving bread just like Philip. പക്ഷേ നിന്റെ മാറോട് ചാരിയിരുന്ന് നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകളെ എണ്ണിയിട്ട് നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞ യോഹന്നാനെ പോലെ നിന്നോട് ചാരിയിരിപ്പാനുള്ള സ്നേഹിക്കുന്ന ഹൃദയം എനിക്ക് തരണമേ കർത്താവേ.
But I prayed, Lord, give me that dear heart, just like your loving servant Simon was up, crying and leaning upon you. And may I have that heart so that I may know and hear the beatings of your heart. Hallelujah. യോഹന്നാനെ പോലെ കർത്താവിന്റെ സ്നേഹം അനുഭവിപ്പാനും കർത്താവിനെ സ്നേഹിക്കുവാനും നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? Will we surrender our love just like how John enjoyed that relationship? നാം ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നാം കർത്താവിന് വേണ്ടി ഏതാണ്ട് ഒത്തിരി ചെയ്തു എന്നാണ് പറയാറുള്ളത്. Many a times doing certain small minor things we boast about how much we have done for the Lord. ജിം എലിയോട്ട് തുടങ്ങിയ ഭക്ത ശിരോമണികൾ പറഞ്ഞ ഒരു കാര്യം പലപ്പോഴും എന്നെ വെല്ലുവിളിക്കാറുണ്ട്. Saints like Jim Elliot, they have said certain things that have really challenged me. Praise God. യേശു ക്രിസ്തു കാൽവറിയിൽ ചെയ്ത ത്യാഗവുമായി തട്ടിച്ചു നോക്കിയാൽ ഞാൻ നടത്തുന്ന ഒരു ത്യാഗവും ത്യാഗമല്ല. Comparing and contrasting what Christ Jesus went through on the cross of Calvary, whatever I do, whatever sufferings I go through, it is not comparable at all. സ്വർഗ്ഗം ഉപേക്ഷിച്ചവനോടാ നാം പറയുന്നത്, സ്തോത്രം, പഴയൊരു വണ്ടി ഞാൻ നിനക്ക് വേണ്ടി കൊടുത്തെന്ന്. So to the one who rejected the glory and throne of heaven, to him we are saying, I forsook one old car for your ministry. സ്വർഗ്ഗത്തിലെ സ്തുത്യനായവൻ അവന്റെ സ്തുതിയും അവന്റെ സ്ഥാനവും ഉപേക്ഷിച്ചു. അവനോടാ നാം പോയി പറയുന്നത്, നാം നമ്മുടെ ജോലി വിട്ടെന്ന്. The one who was the crown, joy and song in the heavens, to him we are saying, I just left my secular job. ദൂതന്മാരുടെ സേവനം ഉപേക്ഷിച്ചവനോടാ നാം പോയി പറയുന്നത്, ഇവിടുത്തെ ചില താൽക്കാലിക വസ്തുതകൾ നിന്റെ നിമിത്തം ഞാൻ വിട്ടെന്ന്. The one who rejected the service of the angels, to him we are saying, yes, few things and few comforts of this world I have rejected. രക്തം അവസാനത്തുള്ളി ഊറ്റിയവനോടാ നാം പറയാറുള്ളത്, അല്പം വിയർപ്പ് പോയെന്ന്. The one who shed blood, to him we are telling, I was sweating for you. അവൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ പ്രദർശിപ്പിച്ച ത്യാഗത്തിന്റെ മുന്നിൽ നാം അവന് വേണ്ടി നടത്തുന്ന ഒരു ത്യാഗവും ത്യാഗമല്ലെന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ മുഴുവനുമായി ദൈവത്തിന്റെ കരങ്ങളിൽ എറിഞ്ഞു കൊടുക്കുക എനിക്ക് നിങ്ങൾക്ക് ഇടയായി തീരട്ടെ. In the light of the sacrifice, the utmost sacrifice he paid on the cross of Calvary, nothing that we do is a sacrifice. Let us throw ourselves into his hands for his glory and honor. Hallelujah. Jesus. വിലമതിക്കപ്പെടുവാൻ കഴിയാത്ത പുണ്യാഹരക്തം അവൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഊറ്റിയെങ്കിൽ അതിന്റെ ഒരു ചെറിയ അംശത്തിന്റെ വില മാത്രമേ നമ്മുടെ ആളത്വത്തിനുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ തീരെഴുതി കൊടുക്കും നമ്മുടെ കർത്താവിന് വേണ്ടി. Seeing that the blood which cannot be, the cost cannot be counted, whatever suffering we do, whatever sweat we sweat, everything is just very nothing before the eyes of the Lord. Let us throw ourselves into his hands. Hallelujah. ദൈവം തന്റെ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. God loved us by sending his son for us. തന്റെ പുത്രൻ തനിക്കുള്ളതെല്ലാം ഒഴുക്കി ത്യാഗമാക്കിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. And that dear son, rejecting everything, sacrificed everything, he loved us to the utmost. Hallelujah. ആ സ്നേഹമായിരിക്കട്ടെ പ്രിയരെ നമ്മുടെ ഗാനം, നമ്മുടെ ധ്യാനം. May that love be our song. Hallelujah, Lord. മറ്റൊന്നും നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാകരുത്. Nothing else be upon our lips. സ്തോത്രം. മറ്റൊന്നും നമ്മുടെ ദൃഷ്ടികളിൽ ഉണ്ടാകരുത്. Nothing else should come within our sight. Hallelujah. Hallelujah. Praise the Lord. നമുക്ക് അല്പസമയം ഈ സ്നേഹത്തെ ഒന്ന് ധ്യാനിക്കാം. May we meditate this love for a few moments. മുൻപോട്ട് പോകുവാൻ എനിക്ക് കഴിയുന്നില്ല. I'm not able to move forward. നമുക്ക് ഒരുമിച്ച് അല്പസമയം നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. May we praise him from our hearts. Hallelujah. Hallelujah. Glory. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Mahal sneham, mahal sneham. Praise the Lord. Pitavedan മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവു തൻ
മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മാരിപ്പതിനായി, മകനെ മാരിപ്പതിനായി, മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. Praise the Lord. Hallelujah. Glory. സ്തോത്രം. Hallelujah. ഒരു ഓൾട്ടർ കോളിൽ വേണ്ടി കാത്തിരിക്കാതെ തിരുവചന കേൾവിയിൽ തന്നെ ഹൃദയംഗമമായി ദൈവത്തെ സ്നേഹിപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം പ്രിയരെ. Not waiting for it on altar call. Let us surrender our hearts to the Master and be in presence of Him. ഇന്ന് കർത്താവിന് ആവശ്യം മിഷൻ ഫീൽഡ് സ്പോൺസർ ചെയ്യുന്നവരെ അല്ല. Lord Jesus don't want sponsors for the missionary field. അന്യഭാഷ പറയുന്നവരെയും കൈകൊട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരെയുമല്ല, അവനെ ഹൃദയംഗമമായി സ്നേഹിക്കുന്നവരെയാണ് ഇന്നും താതന്റെ സ്വർഗ്ഗപിതാവിന്റെ കണ്ണുകൾ അന്വേഷിച്ചു The കൊണ്ടിരിക്കുന്നത്. eyes of the Lord are seeking for those people who are truly loving Him, not those people who are speaking in tongues and making praises and claps. അവന്റെ ഈ അഗമ്യമായ ഈ സ്തോത്രം ഉദാത്തമായ സ്നേഹത്തെ ലോകത്തോട് വിളിച്ചു പറവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. Let us surrender ourselves, give ourselves so that we may be the proclaimers of His love around the world. നമുക്കൊരു അനുവാദം ചോദിക്കാം നമ്മുടെ കർത്താവിനോട്. We can ask for one request. കർത്താവേ, ഇത്രമാത്രം എന്നെ സ്നേഹിച്ച ദൈവമേ, എന്റെ ഇനിയുള്ള ആയുസ് മുഴുവനും നിന്റെ ചരണ സേവയിൽ അങ്ങയോട് ചേർന്ന് ചെലവഴിപ്പാൻ നീ എനിക്ക് കൃപ നൽകണമെന്ന്. We can ask for one request. Lord, give me the grace that I may follow you. I may be a follower, that rest of my life I will follow you in your footsteps. ഹല്ലേലൂയ. സ്തോത്രം. ദൈവഹിതത്തിന്റെ ബലിവേദിയിൽ നമുക്ക് നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കാം. On the altar of God's will may we surrender ourselves and yield ourselves. ദൈവഹിതത്തിന്റെ അഗ്നിയിൽ നമ്മുടെ ഹിതങ്ങളൊക്കെ കത്തിച്ചാമ്പലാകട്ടെ. In that fierce fire of God's will may every desire and emotion that is ungodly, let it be burned down there. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുടെ മുൻപിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ഒന്നുമില്ലാതെയായി മാറട്ടെ. May our aspirations that are within ourselves, may that come to nothing in the will of God's heart. നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. May we surrender ourselves. അതിന്റെ മറ്റു ഭാഗം കൂടെ അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. I'll share a few more other sections and we'll close it. ദൈവം നമ്മെ സ്നേഹിച്ചത് എങ്ങനെയെന്ന് കണ്ടു? പുത്രനെ തന്നുകൊണ്ട്. We saw how God loved us by giving His Son. എന്തിനു വേണ്ടി എന്ന് നാം കാണുകയാണ്. ഇനി We are going to see for what purpose He loved us, നിത്യജീവൻ നൽകി തരുക. so that we may have that eternal life, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, so that we may not be perished, പ്രത്യുത നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, that we may have that eternal life. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ദൈവം തന്റെ പുത്രനെ നൽകിയത് കേവലം നമ്മെ സുഖം ആരോഗ്യമുള്ളവരാക്കി നടത്തുവാനല്ല. He did not send His Son so that we may be comfortable and healthy here. Praise the Lord. Amen. അവൻ തന്റെ പുത്രനെ നൽകിയത് നാം നശിച്ചു പോകാതിരിപ്പാനാ. He gave His Son so that we may not be perished. എന്താണ് നാശം എന്ന് പറഞ്ഞാൽ? What is meant by perishing? നാശത്തിന് രണ്ടർത്ഥമുണ്ട്. There are two meanings for perishing. ഒന്ന്, അതൊരു അവസ്ഥയാണ്. രണ്ട്, അതൊരു സ്ഥലമാണ്. One, it is a condition. Second, it is a place. ആവർത്തിക്കുന്നു, നാശം എന്ന് പറയുന്നത് ഒന്നാമത് ഒരു സ്ഥിതി അഥവാ അവസ്ഥ, രണ്ടാമത് അതൊരു ഇടം അല്ലെങ്കിൽ സ്ഥലം. Two meanings. One is a condition or a state, and second, it is a place or a location. ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിന് നഷ്ടമായ അവസ്ഥയുടെ പേരാണ് നാശം. Being away from the Lord and lost from the presence of the Lord, that condition, that state is perishing. നമുക്ക് വെബ്സൈറ്റുകളിലൂടെയും അല്ലാതെയും ഒക്കെ പത്രവാർത്തകളിലൂടെയും ഒക്കെ നമുക്കറിയുവാൻ കഴിയുന്നുണ്ട്, ചിലർ മിസ്സിംഗ് ആണെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എവിടെയാണെന്ന് ഒരു അറിവുമില്ല. Through newspapers and media we come to know that certain people are missing. They are no more in their homes. അവരിൽ ചിലർ എവിടെയൊക്കെയോ ജീവിച്ചിരിപ്പുണ്ട്. Some of them may be living some places.
ചിലർക്ക് അറിയാം അവരെവിടെ ഉണ്ടെന്നുള്ളതും. And some of those people, they already know where they are. പക്ഷേ ആ വീട്ടുകാർക്ക് ആ വ്യക്തി മറ്റെവിടെയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നശിച്ചു എന്നാണ് അവർ പറയുന്നത്. But for that family who lost that person, for them that person is lost or dead, even though the other person is still living somewhere. ഭവനത്തിൽ നിന്നും തനിക്കുള്ളവരിൽ നിന്നും അകന്ന് നഷ്ടപ്പെട്ട അവസ്ഥയുടെ പേരാണ് നാശം. The meaning of perishing is loss from the home and loss from the people who belong to it, and for them it is a loss. That condition is perishing. പിതാവായ ദൈവത്തിൽ നിന്നും ബോധപൂർവം അകന്ന് പാർക്കുന്ന നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് ദൈവവും നാശമെന്ന് വിളിക്കുന്നു. Willfully moving away from the love of God, the commands of God, and living a lifestyle that is contrary to the will of God, that kind of living is called perishing. ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിന് ഈ നിലയിൽ നഷ്ടപ്പെട്ടവരാണ്. All mankind on the face of the earth is lost in this form to the Almighty God. ദൈവസഭകൾക്കകത്തുള്ളവരിലും പലരും ഇതേ സ്ഥിതിയിൽ തന്നെയാണെന്ന് ദുഃഖത്തോടെ സത്യമായും പറയട്ടെ. Many within the congregation is also lost in a similar fashion. That is a very sad fact. ദൈവവുമായി അവർക്ക് നിരന്തരമായ ബന്ധമില്ല. They do not have a continuous relationship, fellowship with the Almighty God. ഒരു ചിന്തകൻ പറഞ്ഞത് ചിലരുടെ പല്ലു പോലെയാണെന്നത്. One scholar, he said like this: it is like someone's teeth. സംഭവം ഇരിക്കുന്നത് വായിലാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റാ, വെപ്പുമല്ല, ഇതിന് വെച്ചിരിക്കുന്ന ആളുമായിട്ട് ഒരു ബന്ധമില്ല. It's not original, it is dangerous, it has no relation to the original owner. ഇതുപോലാണ് പലരും വേദപുസ്തകം എടുത്ത് കക്ഷത്തിൽ വെച്ച് ദൈവത്തിന് സ്തുതി ഗ്ലോറിയൊക്കെ പറഞ്ഞ് നടക്കുകയാണെങ്കിലും തമ്പുരാനുമായിട്ട് ആക്റ്റീവായ സക്രിയമായ യാതൊരു ബന്ധവുമില്ല. Some people who are within the congregation, though they carry the Bible and they sing glory and praises to the Lord, yet they have no relations to the master. നാം അങ്ങനെ ആകരുത് പ്രിയരെ. കർത്താവുമായി സജീവമായ ബന്ധം നാം പുലർത്തണം. May we not be like that. We should have this cordial love and relationship with our lover. ഇല്ലെങ്കിൽ നാം നഷ്ടപ്പെട്ടവരാണ്. Otherwise we are lost. അങ്ങനെ നഷ്ടപ്പെട്ടവർ ശാരീരിക മരണാനന്തരം ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരും നാശമെന്ന. And those people who, when they die with their physical death, the place they end up is also called perishing. യൂദ ചത്തപ്പം, അങ്ങനെ അവനെ പറഞ്ഞേക്കുന്ന മരിച്ചെന്നല്ല, ചത്തപ്പം ഇവൻ ചെന്നെത്തിയ സ്ഥലം നാശമെന്നാ പറഞ്ഞിരിക്കുന്നത്. When Jude perished, the place we ended up is also called the land of perish. എതിർ ക്രിസ്തു കയറി വരുന്നതിനെ കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് അഗാധത്തിൽ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും അഗാധത്തിൽ നിന്നും കയറി വന്ന് നാശത്തിലേക്ക് പോകുന്നതുമായ മൃഗമെന്ന. When it talks about the Antichrist, it is said one who was in the bottomless pit and one who will be going to the bottomless pit. It will be his destiny will be the land of perish. അപ്പോൾ നാശം ദൈവത്തിൽ നിന്നും അകന്ന് നഷ്ടപ്പെട്ട അവസ്ഥയും അങ്ങനെയുള്ളവർ മരിച്ച ശേഷം ചെന്നെത്തുന്ന ഇടവും നാശം. So the perishing is the condition when a person is moving away from the presence of the Lord, and also his destiny when he ends up living in the presence of the Lord. അങ്ങനെ നാം ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ സ്നേഹിച്ചു. God loved us so much that none of us end up in that perish. യേശുക്രിസ്തുവുമായി സജീവ ബന്ധമില്ലാത്ത സകലരും ഈ നാശത്തിൻ കീഴിലാണ്. Those who do not have a cordial active relationship with the Lord, they are in this condition. എത്ര PhD ഉണ്ടായാലും എത്ര നന്നായി പ്രസംഗിച്ചാലും എന്തുമാത്രം കാശുണ്ടെങ്കിലും എത്ര സൗന്ദര്യവും സ്വാധീനവും ഉള്ളവരാണെങ്കിലും ജീവന്റെ ഉറവിടമായ ദൈവവുമായി സക്രിയമായ ബന്ധം ക്രിസ്തുവിലൂടെയുള്ള നിരപ്പിനാൽ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അവർ നാശത്തിന് കീഴിൽ തന്നെ. Irrespective of our education, our characters, whatever be our aspirations, if we have not reconciled with Christ Jesus with our sins, then our destiny is this land of perish. യേശു ക്രിസ്തുവുമായി സജീവ ബന്ധം ഇതുവരെ സ്ഥാപിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിലൂടെ ഇന്ന് തന്നെ ദൈവവുമായി നിരന്നുകൊള്ളുക. If there is anyone who is listening to our audience have not come to a true relationship with Christ Jesus, be reconciled and come to that relationship. ദൈവവുമായി നിരന്നുകൊള്ളുക. Reconcile with the Lord. നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ നമ്മെ സ്നേഹിച്ചു. So that we may not be perished, he loved us. രണ്ടാം ഭാഗമാണ് നാം നിത്യ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ നമ്മെ സ്നേഹിച്ചു. The second part is that we may receive eternal life. He loved us. എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? What is meant by eternal life? എന്തുവാ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? What is meant by eternal life? നമുക്ക് ഒത്തിരി ഉപയോഗിക്കാറുള്ള വാക്കാ നിത്യജീവൻ. എന്താ അതിന്റെ അർത്ഥം? We use it very common. What does it mean? എവർലാസ്റ്റിംഗ് ലൈഫ് ഇംഗ്ലീഷായി. One meaning is everlasting life. എന്തോ അവസാനമില്ലാത്തത്. So non-ending. സ്വർഗത്തിലാണോ നരകത്തിലാണോ അവസാനമില്ലാത്ത ജീവിതം? Where do we have that endless life, in heaven or on hell? സ്വർഗത്തിലെയും നരകത്തിലെയും ജീവിതത്തിന് അവസാനമില്ല. എവർലാസ്റ്റിംഗ് അത്. The life, whether it is in heaven or hell, it is non-ending, it is eternal. പക്ഷേ സ്വർഗത്തിലുള്ള ജീവിതത്തിന് അവസാനിക്കാത്ത ജീവിതത്തിന് നിത്യജീവനെന്നും നരകത്തിലുള്ള അവസാനിക്കാത്ത ജീവിതത്തിന് രണ്ടാം മരണം അല്ലെങ്കിൽ നിത്യമരണമെന്നും പറയുന്നു. The life that never ends and which is in heaven with the Lord Jesus Christ, that is called eternal life. അപ്പോൾ തീരാത്തതെന്ന അർത്ഥമല്ല നിത്യജീവനുള്ളത്. So the eternal life does not mean it does not come to an end. ജീവൻ എന്നതിന്റെ അർത്ഥവും മരണം എന്നതിന്റെ അർത്ഥവും കൂടെ മനസ്സിലാക്കാം. We need to understand the meaning of between life and death. എന്തുവാ മരണം എന്ന് പറഞ്ഞാൽ? What is meant by death? സമയം തീരുന്നതിന് എളുപ്പം പറഞ്ഞു വിടാം. As the time is running, let me say it quickly. മരണത്തിന്റെ ഏറ്റവും സരളമായ അർത്ഥം സെപ്പറേഷൻ, വേർപാട്. The most simple meaning of death is separation. അങ്ങനെയാണെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ. So life means being together, having the fellowship. ജീവൻ എത്രയുണ്ട്? How many are there in life? ജനനം എത്രയുണ്ട്? How many births are there? എളുപ്പം പറഞ്ഞോണേ. Be quick. എന്തോ 2 ജനനം. There are 2 births. ശാരീരിക ജനനവും ആത്മിക ജനനവും. Physical and spiritual birth. ഇനിയും ജീവിതം എത്രയുണ്ട്? How many living is there? ജീവൻ എത്രയുണ്ട്? ജീവിതം ഒന്നേ ഉള്ളൂ. ജീവൻ എത്രയുണ്ട്? Living is only one time living, but how many lives do we have? 3. There are 3 types of living. 1 ശാരീരിക ജീവൻ, 2 ആത്മിക ജീവൻ, 3 നിത്യജീവൻ. The physical life, the spiritual life and the eternal life. മരണം എത്രയുണ്ട്? How many deaths? അതുകൊണ്ട് 3. That is also 3. ജീവൻ 3 ഉണ്ട്, മരണം 3 വേണ്ടേ? If there are 3 lives, there should be 3 deaths as well. ഒന്നാമത്തെ മരണം First one. ശാരീരികമല്ല, ആത്മിക മരണം. First one is the spiritual death. രണ്ടാമത് ശാരീരിക മരണം. Second is the physical death. 3 രണ്ടാം മരണമെന്ന് വെളിപ്പാട് പുസ്തകം വിളിക്കുന്ന നിത്യമരണം. And the third one is which is called in Revelation as second death, that is the eternal death. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ശാരീരിക ജീവന്റെ അർത്ഥം എന്താണ്? If life means being together or having fellowship, what is the meaning of death? മനുഷ്യന്റെ ശരീരവും ആത്മാവും പ്രാണനും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ. For a human being, body, soul and spirit being together, ഇത് മൂന്നും കൂടെ വേർപിരിയുന്ന അവസ്ഥ ശാരീരിക മരണം. when these 3 are separated, that condition is called physical death. എന്താണ് ആത്മീയ ജീവൻ? What is a spiritual life? മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ ജീവനുള്ള ജീവന്റെ ഉറവിടമായ ദൈവവുമായി ചേർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് ആത്മീയ ജീവൻ. Spiritual life is when the person is still alive, his spirit is connected with the spirit of Christ Jesus and made alive. That life is the spiritual life. എന്നാൽ മുമ്പേ പറഞ്ഞതുപോലെ വെപ്പുവല്ല് പോലെ വായിലിരിക്കുന്ന അവസ്ഥയ്ക്ക്, ദൈവത്തിൽ നിന്നും അകന്നു കഴിയുന്ന ജീവിക്കുന്ന അവസ്ഥയ്ക്ക് ആത്മീയ മരണാവസ്ഥ എന്ന് പേര് പറയുന്നു. But when you don't have that relationship with Christ but still in the congregation, that is called spiritually dead. എങ്കിൽ നിത്യജീവൻ എന്താണ്? If so, what is eternal life? നിത്യജീവൻ, സ്തോത്രം, കഥാനദാസൻ മുമ്പേ പറഞ്ഞു, ദൈവവുമായി ഒരിക്കലും, ദൈവത്തിൽ നിന്നൊരിക്കലും വേർപെടാത്തതുപോലെ ദൈവവുമായി ചേർന്ന് നിത്യകാലം, അനന്തകാലം വസിക്കുന്ന അവസ്ഥ. The condition of living together with Christ, never again to be separated but living forever with Christ Jesus. നിത്യമരണം എന്താണ് അങ്ങനെയെങ്കിൽ? If that is so, what is eternal death? ഒരിക്കലും ദൈവത്തോട് ചേരുവാൻ കഴിയാത്തതുപോലെ
എന്നേക്കുമായി ദൈവത്തിൽ നിന്നും അകന്ന് കഴിയുന്ന ദൈവ സാന്നിധ്യം ലേശമില്ലാത്ത അവസ്ഥയ്ക്ക് നിത്യമരണം എന്ന് പേർ പറയുന്നു. Eternal death is having no more chance to be ever connected to the Almighty God, having completely lost from the presence of the Lord. That condition is eternal death. നിത്യജീവൻ നമുക്ക് നൽകുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മെ സ്നേഹിച്ചു. God sent his son into the world that we may have eternal life. പക്ഷേ ഈ നിത്യജീവൻ കർത്താവിനോട് കൂടെയുള്ള വാസമാണോ നമ്മുടെ ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കുന്ന വിഷയം? Is the heart that motivates and prompts us, is that our desire to be with that Lord our Savior? വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, with sorrow let me say this, പലരും സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നു. അവിടെ കഷ്ടവും പട്ടിണിയും ദുഃഖവും കുഴപ്പമൊന്നും ഇല്ലെന്ന് കരുതി അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുക. Many people are anxiously desiring to be in heaven, so that because there is no sorrow, sadness, sick or anything there. സ്തോത്രം. നരകത്തിൽ പോകാൻ ഇഷ്ടമില്ല, അവിടെ കരച്ചിലും പല്ലുകടിയും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത്. Don't want to go to hell because there is weeping and gnashing of teeth and pain there. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെയും പോകാമെന്ന് ചിന്തിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. If those things were not there, I would have considered going there. There are some people like that. ഇന്ന് രാത്രിയിൽ ഒരു വസ്തുത ഞാൻ പറയാം. Let me say one fact here. നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള വീക്ഷണത്തിനും വലിയ മാറ്റമുണ്ടാകണം. There should be great change to our view of eternity. ഇന്ന് പലരും ആരാധിക്കുന്നത് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാ. These days many praise or worship God to receive something from the Lord. ഇന്ന് പലരും ഉപവസിക്കുന്നത് നന്മകൾ കിട്ടാൻ വേണ്ടിയാ. Many people spend their time in fasting so that they could receive something from the Lord. ഇന്ന് പലരും സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നത് ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. Many people are desiring to go to heaven so that they could escape from all these calamities and pains. അല്ല പ്രിയരേ, അതൊന്നുമല്ല നിത്യതയുടെ യഥാർത്ഥമായ ചിത്രം. The true aspect of eternal life, the true purpose of eternal life is none of these things. സ്വർഗത്തിലും നരകത്തിലും പോയിട്ട് വന്നെന്നും പറഞ്ഞ് ഇന്നിറങ്ങുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അവയിൽ കൂടെ പോലും ഈ സത്യ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വലിച്ചു മാറ്റപ്പെടുന്നു എന്നതൊരു ദുഃഖകരമായ സത്യമാണ്. There are many books coming out from people who have experience of heaven and hell, but even those books are deceiving us and drowning us away from the truth. That is really a sad story. എന്താണ് നരകത്തിന്റെ പ്രത്യേകത? What is the true characteristics of eternal hell? ഏറ്റവും ബീഭത്സമായത് നൽകപ്പെടുന്നു, ഏറ്റവും ഉത്തമമായത് നിഷേധിക്കപ്പെടുന്നു. The most fierce is given to us and the most excellent is deprived of us. എന്താണത്? What is that? പെട്ടെന്നൊന്ന് വായിച്ചങ്ങ് നിർത്താം നമുക്ക്. Let us read it quickly and move on. തെസ്സലോനിക്കർക്കുള്ള രണ്ടാം ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 2 Thessalonians chapter 1 verses 9 and 10. 9 and 10. എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ. ഇനി 10-ാം വാക്യം verse 10. കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നരകത്തിന്റെ ഏറ്റവും വലിയ ഭീകരത എന്താണ്? കർത്താവിന്റെ സന്നിധാനവും അഥവാ സാന്നിധ്യവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും അവിടെ ഇല്ല എന്നതാണ് നരകത്തെ നരകമാക്കുന്നത്. The most fierce attribute of hell is the presence and the majesty and the glory of the Almighty God is not there. That is what makes hell the hell. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് കണ്ണീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല എന്ന ഇല്ല എന്ന കാര്യമല്ല. അവിടെ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവുമാണ് സ്വർഗത്തിന്റെ മഹാത്മ്യം. The absence of tears and sorrow is not what makes heaven heaven, but the very presence and majesty and glory of the Almighty God being there, that makes heaven the heaven. Praise the Lord. ഈ അടുത്തിടയ്ക്ക് എങ്ങാണ്ട് കല്യാണം കഴിഞ്ഞ ഒരു നവദമ്പതികളെ ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊന്ന് കണ്ടു. This afternoon I happened to see a newlywed couple.
ഇഷ്ടം പോലെ കസേരയൊക്കെ കിടപ്പുണ്ടായിരുന്നു അവിടെ. They have so many chairs there. ആ പെങ്കൊച്ചിനോട് പറഞ്ഞു അവിടെ ഇരിക്കുമോളെന്ന്. Pastor said, please sit in one of them. ഈ കൊച്ചു അവിടെ ഇരുന്നില്ല. She didn't sit anywhere there. അവളുടെ ഭർത്താവ് ഇരുന്ന കസേര അവിടെ ഇവള് പോയി നിന്നിട്ട് അവന്റെ പുറത്തോട്ട് ചാരി അവൾ അവിടെ നിൽക്കുക. She went close to her husband and leaning on him, she was standing there. അവിടുന്ന് അവര് പോയി കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ചിലരോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു. Once we left there, I shared this with those people who were there. സ്വർഗത്തിലെത്തിയാൽ ട്രാൻസ്പെറന്റ് ഗോൾഡും കൊണ്ടുണ്ടാക്കിയ സ്വച്ഛ സ്ഫടിക തുല്യമായ വീഥി, തങ്കം കൊണ്ടുണ്ടാക്കിയ വീഥികൾ, വഴികൾ കണ്ട് ആസ്വദിച്ചവിടെ നിൽക്കുവാൻ എനിക്ക് തോന്നുകയില്ല. കാരണം തന്റെ പ്രാണനേക്കാളധികം എന്നെ പ്രിയപ്പെട്ട് തന്റെ രക്തം അവസാന തുള്ളി വരെയും ഊറ്റിത്തന്ന എന്റെ ആത്മനാഥന്റെ തേജസ്വേറിയ സാന്നിധ്യം അവിടെ ഉള്ളപ്പോൾ ഇത് ആസ്വദിക്കാനല്ല, അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാനാണ് എനിക്കിഷ്ടം. Oh, when I go into the heavens, I won't be mesmerized by the beauty of the pavement over there, seeing the gold streets, but I will be motivated and prompted by the love that redeemed me. I will be clinging on to that love and that master. Hallelujah. Praise the Lord. ഇന്ന് രാത്രിയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റമുണ്ടാകട്ടെ. May our visions, may our attitudes, may our views may be changed this evening. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് എത്ര തല കിട്ടുമെന്ന്. Some people ask me, once we go into heaven, how many heads do we get? സംശയിച്ച് ആദ്യം ചോദിച്ചു, എന്തു പറ്റി, എന്താ ചോദിക്കുന്നതെന്ന്. He was bewildered and asked, what are you asking? ചോദിച്ചപ്പോ പറഞ്ഞു, അല്ല പാസ്റ്ററെ അവിടെ 5 കിരീടം കിട്ടത്തില്ലയോ, ഒറ്റ തലയിലാണോ വെക്കുന്നേ അതോ പല തല കിട്ടുമോന്ന്. Pastor, won't we get 5 crowns? So are we going to put all the 5 on one head, or we are going to get 5 heads? അവർക്ക് പ്രശ്നം കിരീടം വെക്കാൻ തല കിട്ടുമെന്നുള്ളതാ. Their concern is, will they have enough heads to put the crowns? എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഞാൻ പറയാം. There is one thing we need to understand here. ഇനി തൽക്കാലം വിചാരിച്ചോ സിംഹാസനവും കിരീടവും കിട്ടിയെന്ന്. Assume you got thrones and crowns. അതിലിരിക്കുവോ? Will you sit there? ഇരിക്കത്തില്ല. You won't sit there. പിടിച്ചിരുത്തും, തലേ കിരീടം വെച്ച് തരും. You will be forced to sit and you will be crowned. പക്ഷേ ഇരുത്തിയവൻ അങ്ങോട്ട് മാറുന്നതിന് മുമ്പ് കസേരയിൽ ഇറങ്ങി, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി അവൻ മുട്ടുകുത്തും, തലയിലെ കിരീടമെടുത്ത് നടുവിലെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇട്ടിട്ട് കുമ്പിട്ട് ആരാധിക്കും. പറയും, ഇല്ല, ഈ സിംഹാസനത്തിൽ ഇരിപ്പാനും ഈ കിരീടം തലയിൽ വെപ്പാനും എനിക്ക് യോഗ്യതയില്ല, ഇത് നിന്റെ പാദങ്ങൾക്കാണ് യോഗ്യം. Once he seat you with on the throne with the crown, you will fall prostrate and cry unto him, Lord, I am not worthy, allow me to be with you, and let me enjoy your presence and let me come after you. അതാണ് നാം പാടാറുള്ളത്, വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ ആയവൻ അരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. That is why we sing that song which saints wrote, I throw down all the crowns away, I want to follow my master, I want to demonstrate, declare my love to him. അവിടെ പഴങ്ങ നദിയിൽ ചാടാനും ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നോണ്ട് പിക്നിക് നടത്താനുമല്ല, അവിടെ നമ്മെ സ്നേഹിച്ച പ്രാണനാഥന്റെ സ്നേഹത്തെ നിത്യത കൊണ്ടും ആസ്വദിച്ചു നിൽക്കുവാൻ കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിയൂ പ്രിയരേ. Let us realize that we are not there to go and enjoy the surroundings and the areas there, but we are going to enjoy the presence of the Almighty God there. Hallelujah. നിത്യതയിൽ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ സുഖം ആസ്വദിക്കുവാനല്ല, അവിടെയും എനിക്ക് വേണ്ടത് എന്റെ ആത്മനാഥന്റെ തേജസ്സേറിയ സാന്നിധ്യമാണ്. I am not going there in the heavens to enjoy the presence and the comforts there, but I am going to there to enjoy the presence and the comfort and the joy of my master who is my redeemer. അവിടെ നമ്മുടെ ഗാനത്തിന് നാല് പ്രമേയങ്ങളാണ് ഉള്ളത്. When we sing our song of joy there, it will have 4 themes. ഒന്ന്, അവന്റെ ബഹുവിധമായ ജ്ഞാനം നിമിത്തം നാം അവന് പാടും. Because of his manifold wisdom we will sing unto him. 2, ദൈവത്തിന്റെ നിരുപമമായ സ്നേഹം നമ്മുടെ ഗാനമായിരിക്കും. Because of his uncomprehendable love we will sing to him. Hallelujah. 3, ആമീൻ, അതുല്യമായ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ആരാധനാ വിഷയമായിരിക്കും. The incomparable power of the Almighty God will be our reason for praise and singing. നമുക്ക് നോക്കുവാൻ പോലും കഴിയാത്തത്ര തേജസ്സേറിയ അനുഭവം, അവന്റെ തേജസ് കണ്ട് നാം അവനെ കുമ്പിട്ട് വണങ്ങും. We will fall and prostrate before him, seeing his glory and majesty. അവിടെ വേറെ ഒന്നും
ഒന്നും നമുക്കുണ്ടാവില്ല. We won't be concerned or bothered about anything else. ആരാണ്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, മത്തായി ഉണ്ട് അവിടെ, ലൂക്കോസ് ഉണ്ട് അവിടെ, പൗലോസ് ഉണ്ട് അവിടെ, അപ്പല്ലോസ് ഉണ്ട് അവിടെ, ഞാനും കാണും കൂട്ടത്തിലെന്ന്. Someone has written Matthew, Mark, Luke and Paul will be there. I also will be there. ആദ്യമൊക്കെ ഞാനത് പാടുമായിരുന്നു. പിന്നെ മനസ്സിലായി, അയ്യോ, മത്തായിയും മർക്കോസിനെയും എൻ്റെ ഭാര്യയെ എൻ്റെ അപ്പനെ കാണാനല്ല എനിക്കവിടെ വിഷയം. ഇവരൊക്കെ ലൈനിൽ നിന്നാലും ഞാൻ അവരെയല്ല കാണുന്നത്. എന്നെ സ്നേഹിച്ച് എൻ്റെ ആത്മനാഥനുള്ളപ്പോൾ അവന്റെ സ്നേഹത്തെ കവിഞ്ഞ് മറ്റാരുടെയും സാന്നിധ്യം എന്നെ അവിടെ സ്വാധീനിക്കുകയില്ല. Even though all my family members are there, nothing will be mattering most to me but my lover, my master who sent his life for me. My longing will be for him and to him alone. അവന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഇങ്ങനെ കൊതിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ അവൻ വേഗം വരുന്നു. Oh, for those people who really desire and ask for that fellowship, that relationship, he is coming soon to gather those ones. ഇനിയും വരുമ്പോൾ അവന്റെ തലയിൽ മുൾക്കിരീടമില്ല. When he comes next time, there won't be the crown of thorns on his head. ഒരു മുൾക്കിരീടം അണിഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി മരിച്ചവൻ ഇനിയും വരുന്നത് അനേകം രാജമുടികൾ തലയിൽ അണിഞ്ഞവനായിട്ടാണ്. One who bore the crown on his head, when he comes second time, he'll be wearing the royal crowns to receive me. ഹല്ലേലൂയ, സ്തോത്രം. അധരങ്ങളെ പൂട്ടി പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് അവൻ ഇനിയും വരുന്നത് ഇരുവായ്ത്തലയുള്ള വാൾ വായിൽ എന്തിയവനായിട്ടാണ്. The one who kept his mouth shut before the Pilate, he will be coming down with the word of God, which is double-pierced sword. Praise the Lord. തുപ്പലേറ്റ മുഖവുമായി കാൽവറിയിൽ മരിച്ചവൻ ഇനിയും വരുന്നത് ആൾക്കാർ നോക്കുവാൻ ഭയക്കുന്നത് പോലെ മധ്യാഹ്ന സൂര്യനെ വെല്ലുന്ന തേജസ്സുമായിട്ടായിരിക്കും. The one whose face was spotted with fear, he will be coming down with such a glory which is contrasting against the very sunlight which is bright in the noonday. Glory Jesus. Hallelujah. പീലാത്തോസ് തെറ്റി എഴുതി വെച്ചു ക്രൂശിന് മുകളിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. Pilate mistakenly wrote the king of the Jews. ഇനിയും അവൻ വരുമ്പോൾ അങ്ങനെ തെറ്റി എഴുതിയ ഒരു ലേബലുമായിട്ടല്ല, അവന്റെ ഉടുപ്പിന്മേലും തുടമേലും ഒരു എഴുത്തുമായിട്ടായിരിക്കും അവൻ വരുന്നത്. When he come down second time, he won't be coming down the miswritten label. There will be a true writing on his clothing and as well as on his thigh. എന്തായിരിക്കും അത്? What will be that? രാജാധിരാജാവെന്നും കർത്താധികർത്താവെന്നും അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുമെന്നാണ് നാം വെളിപ്പാട് പുസ്തകം 19 അധ്യായം 11 വാക്യങ്ങളിൽ വായിക്കുന്നത്. Revelation 19:11 onwards we read, the writing will be King of Kings and the Lord of Lords. ആ കർത്താവിനെ എതിരേൽക്കുവാൻ നാം ഒരുക്കമാണോ? Are we ready and prepared to meet that Lord? ഇനിയും നാം എവിടെയെങ്കിലും വെച്ച് കാണുമോ എന്ന് ഉറപ്പില്ല. There is no assurance that we will meet again anywhere. പക്ഷേ നമ്മുടെ കർത്താവിന്റെ വരവിൽ നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. But on his coming, none of us should be lost. എത്രയും പെട്ടെന്ന് വരും. He will come very soon. അവൻ എത്രയും വേഗം വരും. He will come very soon. സ്നേഹത്തോടെ അവന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ ചേർക്കും. Those who are anxiously waiting for him to gather them, he will come again. ഇന്ന് രാത്രി അവനെ സ്വീകരിപ്പാൻ നമുക്ക് അവനെ അക്ഷയമായി സ്നേഹിക്കാം. To receive him, let us love him dearly. പാപങ്ങളെ ഉപേക്ഷിക്കാം. Let us forsake sin. അശുദ്ധികളെ വിടാം. Unholy things let us forsake. ഭൗതിക ലക്ഷ്യങ്ങൾ വിടാം. More material goals let us forsake. നമ്മുടെ കർത്താവിനായി നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. May we surrender our lives to the service of our master. May God bless us with these words. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നുള്ള പാട്ടിന്റെ ഒരു ഷാൻസ് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ചർച്ചിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന റോണി ബ്രദർ 2 വേർഡ് ഓഫ് താങ്ക്സ് എല്ലാവർക്കും പറഞ്ഞതിന് ശേഷം ഭോപ്പാലിൽ നിന്നും